ഹലോ ഗൈസ്, ഞാനിപ്പോൾ ഇന്ന് വന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ, ചൂട് അല്ലേ. ഭയങ്കര ചൂട് എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാവുന്നതിലും അപ്പുറമായിട്ടുള്ള ചൂടാണ് ഇപ്പോൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കണ്ണൂരിൽ ഇന്നലെ ഒരു യുവാവ് സൂര്യാഘാതമേറ്റ് മരിച്ചു. പിന്നെ കുറേ പേർക്ക് പൊള്ളലേറ്റു. അങ്ങനെ ചെറിയ കുട്ടികൾക്കും വലിയവർക്കാണെങ്കിലും എല്ലാവരും പ്രായഭേദമന്യേ എല്ലാവർക്കും ഇതാണിപ്പോൾ നമ്മൾ കേൾക്കുന്നത് അല്ലേ. ചൂട് 30 ഡിഗ്രി 40 ഡിഗ്രി എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ 50 ഡിഗ്രിയിലും കൂടുതലായി എന്നാണ് ശരിക്കുള്ള അറിവ്. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കുന്നത് നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ലൈറ്റ് കളറിലുള്ള, ഞാനിപ്പോൾ അത് ബ്ലാക്കാണ് ഇട്ടതാണ്, ഇതല്ല ഇടേണ്ടത്. കാരണം എനിക്കില്ല ലൈറ്റ് കളറ് വയലറ്റോ നീലയോ അല്ലെങ്കിൽ വെള്ളയൊക്കെ ഡ്രസ്സ് ഇടുന്നതാണ് ഇപ്പോൾ ഈ ടൈമിൽ നല്ലത് കേട്ടോ. കോട്ടനാണ് ഏറ്റവും നല്ലത്. അതേമാതിരി തന്നെ നമ്മൾ വെള്ളം ദാഹം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുടിക്കണം എന്നാണ് പറയുന്നത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. പിന്നെ എന്താണ്, നിർജ്ജലീകരണം, ഹൈഡ്രേഷൻ അങ്ങനെ എന്തോ ഒരു പേര് പറയില്ല. അത് നമുക്ക് വെള്ളം, നമ്മുടെ ശരീരത്തിലെ വെള്ളം മിക്കവാറും വറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ചൂട് കാരണം അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അതൊന്ന്. പിന്നെ അതേമാതിരി നമ്മൾ സാലഡുകൾ, അതേമാതിരി കുക്കുംബർ, വെള്ളരിക്ക, ക്യാരറ്റ്, പിന്നെ ABC ജ്യൂസ് ഉണ്ടാക്കുമല്ലോ, ആപ്പിള്, ബീട്രൂട്ട്, ക്യാരറ്റ്, ഇത് മൂന്നും അടിച്ചിട്ട് നമ്മൾ അതിൽ പാലോ എന്തെങ്കിലുമൊക്കെ ചേർത്തിട്ടൊക്കെ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. അതേമാതിരി തന്നെ പിന്നെന്താണ്, വാട്ടർമെലൺ നല്ലതാണ്, ഏറ്റവും നല്ലതാണ്. അതിൽ വാട്ടർ കണ്ടൻറ്റ് ഒരുപാടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് വാട്ടർമെലൺ വാങ്ങിച്ച് കഴിക്കാം. പിന്നെ ഫ്രൂട്ട്സൊക്കെ കഴിക്കാം. ആപ്പിള്, ഷുഗർ ഉള്ളവരാണെങ്കിൽ അങ്ങനെ ഫ്രൂട്ട്സൊന്നും കഴിക്കണ്ട. പിന്നെ ആപ്പിള്, പഴങ്ങൾ, മുന്തിരി, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നമുക്ക് കഴിക്കാൻ പറ്റും. ഇങ്ങനെ കഴിച്ചിട്ടൊക്കെയാണ് നമ്മളിതിനെ പ്രിക്കോഷൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും അസഹനീയമായ ചൂടാണ്. നമുക്ക് AC ഇല്ലാതെ ഇപ്പോൾ ഉറങ്ങാൻ പറ്റാത്ത വിധത്തിലായും. പണ്ടൊന്നും AC ഇല്ല, ഒന്നുമില്ല. പണ്ട് എന്ന് പറയുന്നത്, ഒന്നാമത് എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പോൾ എന്താണ്, ടൈലാണ്. മുറ്റത്ത് വരെ ടൈലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ വെള്ളം ഒഴുകി പോവാനോ, വെള്ളം ഭൂമിയിലേക്ക് താന്നാലല്ലേ നമുക്ക് ഇത്തിരി തണുപ്പ് കിട്ടുള്ളൂ. അതില്ല ഇപ്പോൾ എല്ലാ വീട്ടിലും ഇതാണ്. അതേമാതിരി തന്നെ ഇപ്പോൾ റോഡിലാണെങ്കിലും എല്ലാ സ്ഥലത്തും ടൈലിട്ടിട്ട് അതുകൊണ്ട് തന്നെ വെള്ളക്കെട്ട്, വെള്ളപ്പൊക്കം, ഇനി മഴ അങ്ങോട്ട് പെയ്താൽ തുടങ്ങും വെള്ളപ്പൊക്കത്തിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഒരു വിധത്തിലും ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ. കേരളം ചുട്ടുപൊള്ളുന്നു എന്ന് പറയുന്നത്. പണ്ടൊക്കെ ദുബായിലും അവിടെയൊക്കെയാണ് ചൂടും അതൊക്കെ ഉള്ളതല്ല. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെയാണ് ചൂട്. നമ്മുടെ നാടാണ് ഇപ്പോൾ ദുബായും ഒക്കെ ആയി വന്നേക്കുന്നത്. മഴയില്ല, മഴയുണ്ടെങ്കിൽ വെള്ളപ്പൊക്കം അതും ഇതൊക്കെ ആയിട്ട് അങ്ങനെയുള്ള ഒരുപാട് നഷ്ടങ്ങളും. പിന്നെ ഉള്ളത് പാമ്പ് കടിയായിട്ട് മരിക്കലാണ്. ഇപ്പോൾ ഒരു ചെറിയൊരു കുട്ടി മരിച്ചു. ആ കുട്ടിയുടെ കൂടെ തന്നെ വേറെ കുട്ടിയും കൂടി ഉണ്ടായിരുന്നു. ആ കുട്ടി രക്ഷപ്പെട്ട് വരുന്നുണ്ട് ഇപ്പോൾ എന്നാണ് പറഞ്ഞത്. വീഡിയോ കോളൊക്കെ ചെയ്ത് കാണിച്ചു കൊടുത്തു ആ പയ്യനെ എന്നാണ് പറഞ്ഞത്. അതേമാതിരി തന്നെ ഇതിപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ അപ്പുറത്ത് ഒരു പാമ്പിനെ കണ്ടു. രാവിലെ തന്നെ പട്ടി എൻ്റെ ഡോഗ് ഭയങ്കര കുരയായിരുന്നു. എന്താടാന്ന് വെച്ചിട്ട് അവൻ അങ്ങോട്ട് ഒരു ടീപ്പോയി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിയിലേക്ക് തന്നെ നോക്കി കുരയ്ക്കുകയാണ്. അപ്പം എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് ഒന്നാമത് പേടിയായ കാരണം അത് ക്യാമറ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ അവൻ നോക്കിയപ്പോൾ താഴോട്ടും അങ്ങോട്ടും നോക്കി ഭയങ്കര കുരയാണ്. അപ്പോൾ എന്താണെന്ന് നോക്കിയപ്പോഴാണ് അതിൻ്റെ അടിയിലൊരു പാമ്പ്. അവനെന്നെ കൊന്നൂട്ടോ അതിനെ. അവനൊന്നും പറ്റിയില്ല, എന്തോ ഭാഗ്യത്തിന്. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും നമ്മൾക്ക് ഈ കഴിയുന്നതും വെള്ളം കുടിച്ചിട്ടും അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കഴിച്ചിട്ടും ഒക്കെ നമ്മൾ ഈ ചൂടിനെ നേരിടുക തന്നെ വേണം. അതേമാതിരി തന്നെ 12 തൊട്ട് 3 മണി വരെ പുറത്തിറങ്ങരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കാൻ പറ്റില്ലല്ലോ, ജോലിയുള്ളവർക്കൊക്കെ പോവുക തന്നെ വേണം. അപ്പോൾ എന്നാലും നമ്മൾ പ്രിക്കോഷൻ എടുക്കാതെ പറ്റില്ല. അപ്പോൾ ഡീഹൈഡ്രേഷൻ വരുന്നുണ്ട്, അങ്ങനെയുള്ള പഴപ്പം. അതായത് നമ്മുടെ ശരീരത്തിൽ വെള്ളം മുഴുവൻ പറ്റും. അതുകൊണ്ട് നമ്മൾ എവിടെയും പോവുകയാണെങ്കിലും വെള്ളം കിട്ടാത്ത സ്ഥലമൊക്കെ ആണെങ്കിൽ കുപ്പിയിലൊക്കെ വെള്ളം കൊണ്ടുപോകാൻ ശ്രമിക്കുക. അങ്ങനെയൊക്കെ നമുക്ക് ചൂടിനെ നേരിടാം അല്ലേ. അല്ലാതെ ഒരു രക്ഷയൊന്നുമില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. പിന്നെ എന്താ പറയുക, വേറൊന്നുമില്ല. ഇത്രയൊക്കെ നിങ്ങളോടൊന്ന് പറയണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് കേട്ടോ. താങ്ക് യു സോ മച്ച്. ബൈ.